ഇത് നമുക്ക് 21,30 കൊടുക്കാം. 17 വണ്ടി 2017. അതേ വണ്ടി വൈറ്റിൽ നമുക്ക് ഇത് നമുക്ക് 12,80 കൊടുക്കാം. 12,80,000 രൂപയ്ക്ക് നമ്മളായ വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക്, ഒരു റീപ്ലേസ് ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ. അടിപൊളി. ഇത് 14,70, അത് 14,40 ഫിക്സ്ഡ്. അതെ, കരോൾ ബാഗ് നോർത്ത് ഇന്ത്യൻ പിന്നെ കച്ചവടം നടന്നത് കരോൾ ബാഗിലാണ് എല്ലാവരും പോലെ. കരോൾ ബാഗ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഒരു സ്ക്രാപ്പാണ്, ആക്രി. അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിലോ ഇത് 2017 സെറ്റ് ഓട്ടോമാറ്റിക് നമുക്ക് 13,80 കൊടുക്കാം. 17 സെറ്റ് ഓട്ടോമാറ്റിക് അല്ലേ? 17,80. 19 G മാനുവൽ, സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് NOC എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇത് 2018 ഒരു 1,34 കമ്പനി സർവീസ് ഉള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടി. ഇത് നമുക്ക് 12,70 കൊടുക്കാം. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ വിചാരിച്ചു ഇത് ശരിക്കും ഒരു ടൊയോട്ടയുടെ ഷോറൂമാണെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ട് കിടക്കുന്നത് എല്ലാം ടൊയോട്ടയാണ്. അത് ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ, അതുപോലെ തന്നെ കുറച്ച് പിന്നെ സാധാ ഇന്നോവകൾ, അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന ഭൂരിഭാഗം വണ്ടികൾ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ 1-2 എണ്ണം പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതായത് നല്ലൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ജസ്റ്റ് വന്ന് നോക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ റോയൽ വീൽസ് എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് ലൊക്കേഷൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റോയൽ വീൽസിന് അടിച്ചത് തന്നെ ഇവിടെ മുറ്റത്ത് കൊണ്ടു വിടും. അപ്പോൾ ഇവിടെ പുതിയ ഷോറൂമാണ്. ഒരുപാടധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്. എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതായത് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പണി ഉറപ്പാണ്. നല്ല വണ്ടി എടുത്താൽ പിന്നെ യൂസ്ഡ് ആണെങ്കിലും പുതിയതാണെങ്കിലും എല്ലാം കണക്കാണല്ലേ, ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ പേപ്പർ ആവാത്ത വണ്ടികളാണ്. NOC കാര്യങ്ങളൊക്കെ റെഡിയാണ്. പറയുന്ന വിലകളൊക്കെ 90% NOCയിലായിരിക്കും പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗിവവേൻ്റെ പരിപാടി ഇവർ നടത്തുന്നുണ്ട്. അതായത് റോയൽ വീൽസുകാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 5 പേർക്ക് 10,000 രൂപ വെച്ചിട്ട്, അതാണ് ഇവരുടെ ഗിവവേ. പിന്നെ നമ്മുടെ ചാനൽ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ആരും ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ഇവരുടെ പേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, സെപ്പറേറ്റ് ചെയ്താൽ മതി, ഇതിനു വേണ്ടി ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ വീൽസിൽ ഈ ഒരു എപ്പിസോഡിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളുമായിട്ട് നമ്മുടെ സിദ്ദിഖാണ് നമ്മുടെ കൂടെ ഉള്ളത്. സിദ്ദിഖ, നമ്മുടെ ഓട്ടോമോഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് മാക്സിമം വില കുറച്ച് അടിപൊളി വണ്ടികൾ കാണിച്ചാലോ? കൊടുക്കാം. ക്വാളിറ്റി ഒക്കെ എന്താ സിദ്ദിഖ? ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടികളല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിൽ ഒരു 10-25ഓളം വണ്ടി ക്രിസ്റ്റ മാത്രമല്ല, 25 ക്രിസ്റ്റോർ ഉണ്ട്, ഒരു 5-6 ഫോർച്യൂണർ ഉണ്ട്, പിന്നെ ഇന്നോവയും ബാക്കിയുള്ള ഒറിജിനൽ കേരള വണ്ടി ഇന്നോവകൾ 2 ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? 2-3 ഉണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടുന്ന് തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ഡൽഹിയില്ലാത്ത വിഷയം കൂടെ ഇവിടെ 3-4 മാസം ഒരു മലയാളി ഒരുവിധം ആളുകളൊക്കെ പറ്റിച്ചു കഴിഞ്ഞ്. അതെ, കരോൾ ബാഗ് നോർത്ത് ഇന്ത്യൻ പിന്നെ കച്ചവടം നടന്നത് കരോൾ ബാഗിലാണ് എല്ലാവരും പോലെ. കരോൾ ബാഗ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഒരു സ്ക്രാപ്പാണ്, ആക്രി ആണ് ഈ കരോൾ ബാഗ് എന്ന സ്ഥലം. അവിടെ ഒരുപാട് പരിചയമില്ലാത്ത ആളുകൾ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു. NOC കിട്ടുന്നില്ല. NOC ഉള്ളവർക്ക് ചലാൻ റെഡി ആവുന്നില്ല. എല്ലാം പ്രശ്നമായി. പിന്നെ ചേസ് നമ്പർ വ്യത്യാസം, അത് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ. മലയാളി ഈ പറഞ്ഞ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ വണ്ടി കൊടുക്കും. നല്ലൊരു കച്ചവടം ചെയ്യുന്ന മലയാളികളുണ്ട് കേട്ടോ, നല്ല ചെയ്യുന്നവരുണ്ട്. ഈ പറഞ്ഞ കരോൾ ബാഗ് ഓഫീസും തുറന്ന് ഞാൻ വണ്ടിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ പ്രശ്നമായതിനു ശേഷം കരോൾ ബാഗിലെ കാര്യം പോകുന്നില്ല. അല്ലാതെ നല്ല പരിചയമുള്ള ആളുകൾ പുറത്തേക്ക് പോയിട്ട് വണ്ടി നമ്മൾ തമ്മിലുള്ള NOC ആണെങ്കിൽ ചലാനാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മളായിട്ട് ആക്കുന്നതല്ല. അവിടെ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളപ്പോൾ ബൈ ഇലക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ചെലാൻ കുറച്ച് ക്ലിയർ നമ്മൾ ഉത്തരവാദിത്തമാണ്. വണ്ടി ചെക്ക് ചെയ്ത് ഫുള്ള് ചെക്ക് ചെയ്യുക, ടൊയോട്ട പോവാ, കമ്പനി പോവാ, മെക്കാനിക്കൽ എന്തുവാണ് മെക്കാനിക്കൽ ഇവിടെ കൊണ്ടുവന്ന് ഫുൾ ഒരു ദിവസം അവർക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യും. അവർക്ക് വേറെ നഷ്ടങ്ങളൊന്നുമില്ല. ഇത് വരുന്ന അഡ്വാൻസ് അടക്കം തിരിച്ചാട് കൊടുക്കും. 2018 സെറ്റ് ഓട്ടോമാറ്റിക്, 18 സെറ്റ് ഓട്ടോമാറ്റിക്, വെറും 82,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല, എല്ലാം ഒന്ന് അയച്ചു കൊടുക്കണേ. അത് അയച്ചു കൊടുത്തോളൂ. കസ്റ്റമർക്ക് നേരിട്ട് നമ്മൾ ഈ 4 നമ്പറിൽ വിളിച്ചാലും നമ്മളെല്ലാതും വിട്ടു കൊടുക്കുന്നത്. 18 സെറ്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. ഇത് നമുക്ക് പ്രൈസ് എത്ര ഉണ്ട്? ഇത് നമ്മൾ 16,40 കൊടുക്കാം. 16,40 ഓട്ടോമാറ്റിക് NOCയിൽ നമ്മള് പറയുന്ന എല്ലാ NOC അല്ലേ? എല്ലാ NOC കഥ പറയുന്നത്. ലാസ്റ്റ് വണ്ടി സെറ്റ് ഓട്ടോമാറ്റിക് നമ്പർ ആയ വണ്ടി അവിടെ വേറെ ഉണ്ട്, ലാസ്റ്റില് പറയാം. 18 സെറ്റ് ഓട്ടോമാറ്റിക്. അതിന് വില പറഞ്ഞ 16,30 കൊടുക്കാം. 16,30 എന്ന് പറയുമ്പോൾ NOC ആണ്, പേപ്പർ ആക്കാനുള്ള പൈസ സെപ്പറേറ്റ് കാണണം അല്ലേ? അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിലോ? ഇത് 2017 സെറ്റ് ഓട്ടോമാറ്റിക് നമുക്ക് 13,80 കൊടുക്കാം. 17 സെറ്റ് ഓട്ടോമാറ്റിക് അല്ലേ? 13,80 കൊടുക്കാം. 17 സിംഗിൾ ഓണർ വണ്ടി. അതെ അല്ലേ? അതെ. എന്തെങ്കിലും ആക്ഷൻ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്ഷൻ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് തോന്നുന്നു. ഇതിലേ ഒരു കാര്യം ചോദിക്കട്ടെ, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ? കിലോമീറ്റർ നമ്മൾ പറയുന്ന കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും.
ഫുള്ള് ഇത് 2:30 ഓടിക്കുന്നത്. കറക്റ്റ് ആണ്. കറക്റ്റ് ഫുള്ള് ഏത് തൊട്ട് സെറ്റ് വരെ കമ്പനി സർവീസുള്ള വണ്ടി. അടിപൊളി. ഇതൊക്കെ 2 സെറ്റ് ഇവിടെ ഉണ്ട്. 17 2 3 കൂടി വേറെ ഉണ്ട് അവിടെ. നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ കിടക്കുന്നാണെങ്കിലോ ഇത് 2019 G മാനുവൽ 1150 കൊടുക്കാം. 19 G മാനുവൽ സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് NOC എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു 2 ലക്ഷം കൂട്ടിയിട്ട് 1350 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 13.5 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കൊടുക്കാം അല്ലേ? ഇപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ നിങ്ങൾ ചെയ്ത് കൊടുക്കൂലേ? അതായത് ഇപ്പൊ ഓൾറെഡി NOC കൊടുത്തിരുന്നു. അവർ തിരക്ക് കൂട്ടിയിട്ട് NOC കൊടുത്തിരിക്കുന്നത്. ചില വണ്ടിക്ക് അവർ NOC പെട്ടെന്ന് എടുക്കാൻ പറയും പാർട്ടി. മോഡൽ 2019 അല്ലേ? 19 G മാനുവൽ അതിനാണ് 11 നമ്പർ ആക്കിയിട്ട് 1350 കൊടുക്കാം. 13 ലക്ഷം രൂപയ്ക്ക് 19 വണ്ടി കൊടുക്കും. അടിപൊളി. 1350 നമ്പർ ആക്കിയിട്ട് ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറും അല്ലേ? അതെ. ഇത് 2018 ഒരു 1.34 കമ്പനി സർവീസ് ഉള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടി. ഇത് നമുക്ക് 1270 കൊടുക്കാം. 12,70,000 രൂപയ്ക്ക് 18 വണ്ടി. അതെ. അത് ഈ പറഞ്ഞ പോലെ ഏകദേശം 2 ലക്ഷം രൂപ പേപ്പർ ആക്കാൻ കാണണം അല്ലേ? അല്ല, ഇത് 1.30 വരും അല്ലേ? 1,30,000. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ? പ്ലസ് 1.40 ഇട്ടാൽ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇത് 2018. ഇത് 18 തന്നെയാ. ഇത് നമ്മൾ 1180 ഇതും കൊടുക്കാം. 18 വണ്ടി 1180. ഇത് രണ്ടും 18 അല്ലേ? അതെ. ഇത് കുറച്ച് ഇതാണ് കുറച്ച് ക്വാളിറ്റി കൂടുതൽ. കിലോമീറ്റർ കുറച്ച് അധികം ഉണ്ട്. 1.89 ഉണ്ട്. അത് 1.34 വേറെ അപാകതയൊന്നും ഇല്ലല്ലോ? ഒരപാതയില്ല. ഞാൻ പറഞ്ഞില്ല, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ 18 വണ്ടിന്റെ വില എത്ര? 11 നമ്മൾ 1180 കൊടുക്കുക, 1160 കൊടുക്കുന്നത്. 1160. അതിന്റെ കൂടെ നിങ്ങൾ പേപ്പർ ആക്കാനുള്ള പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ന്യൂ ഷേപ്പ് വണ്ടി ഉണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് 2016 അല്ലേ? ന്യൂ ഷേപ്പ് ആക്കിയതല്ലേ? ന്യൂ ഷേപ്പ് ആക്കിയത്. ഓക്കെ. ഇത് നമുക്ക് 1080 കൊടുക്കാം. G4 അല്ലേ ഇത്? അതെ, G4 മാനുവൽ 1080 കൊടുക്കാം. 16 G4 മാനുവൽ നിങ്ങൾക്ക് 10,80,000 രൂപയ്ക്ക്. അത് നല്ല നീറ്റ് വണ്ടിയാണ്, നല്ല ക്ലീൻ ആണ്. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇതാണെങ്കിലോ? ഇത് 2021 G+ 21 മോഡൽ അല്ലേ? അതെ. 1,06,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 21 വണ്ടിയാന്ന് ആലോചിക്കണം. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ. ഒന്നും മാറിയിട്ടില്ല. പുത്തൻ വണ്ടി അല്ലേ? അതെ. ഇത് നമ്മൾ 1590 കൊടുക്കാൻ. 1590 NOC. അതേ വണ്ടി 2021 വെറും 89,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് G4 തന്നെയല്ലേ? അതെ. ഇത് നമുക്ക് സെയിം റേറ്റ് നമുക്ക് 1590. 1590 21 മോഡൽ 2 വണ്ടി കിടക്കുന്നുണ്ട്. 2 വണ്ടി കിടക്കും. വേറെ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ NOC ആണ് നിങ്ങൾക്ക് തരിക. അതെ. ഇത് ഇന്നോവ 2016 G ആണ് അല്ലേ? കൊള്ളാം. ഇത് HR രജിസ്ട്രേഷൻ CH കേട്ടോ. അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി ചെയ്താണ്. അതെ. ഇത് നമുക്ക് പ്രൈസ് എത്ര ഉണ്ട്? ഇത് നമുക്ക് 790 കൊടുക്കാം. 790. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. അതാണ് നമുക്ക് 2015 ആണ്. അത് നമുക്ക് 10 രൂപ കൊടുക്കാം. 15 മോഡൽ 10 രൂപയ്ക്ക് അല്ലേ? അത് കസ്റ്റമർ ചെയ്താൽ വേണ്ടി അവർ ഫോൺ ചെയ്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വിട്ടുകൊടുക്കാം. പ്രശ്നമില്ല അല്ലേ? അതായത് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഈ കാണിച്ചതിൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. അതുപോലെ തന്നെ ഈ കിടക്കുന്ന സിൽവർ ആണെങ്കിലോ? ഇത് 2020 അല്ലേ? ന്യൂ ഷേപ്പ് ആക്കിക്കുന്നത്. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർ വണ്ടി. അതായത് ഈ ബാക്കിൽ കിടക്കുന്നത് 3 സിൽവർ ആണ് കേട്ടോ. നല്ല അടിപൊളി സിൽവർ വണ്ടിയാണ്. 3 G ഓട്ടോയും ആണ്. G ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ. ഇത് 2000 ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. 20 വണ്ടി നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1590 കൊടുക്കാം. 1590. അതേ വണ്ടി ഇത് തന്നെ കുറച്ചുകൂടി കിലോമീറ്റർ കുറവാണ്. 2020 G+ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അതെ. ഇത് നമുക്ക് 1590 ഇതും കൊടുക്കാം. അതും 20 തന്നെയാണ് അല്ലേ? അതെ. ഇത് 2017. ഇത് എത്ര 1,00,000 കിലോമീറ്റർ ഓടിയെന്ന് തോന്നുന്നു. ഇത് നമുക്ക് 1370 കൊടുക്കാം. 1370 17 വണ്ടി. 17 സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അതായത് ഓട്ടോമാറ്റിക് എല്ലാം ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് അല്ലേ? G4 ഓട്ടോമാറ്റിക് എല്ലാം. ഓക്കെ. അത് നല്ല വൃത്തിയുണ്ട് വണ്ടികൾ കാണാൻ. 3 നിരന്ന് കിടക്കുന്നുണ്ട് സിൽവർ. അതേപോലെ തന്നെ 2018 വെറും 60,000 കിലോമീറ്റർ. 18 വെറും 60. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നീറ്റ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇതെത്ര കൊടുക്കാം? 1480 കൊടുക്കത്. 14,80,000 രൂപ. അതെ. ഓക്കെ. അത്യാവശ്യം 2018 കേട്ടോ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. സിൽവർ കളറാണ്. അതുപോലെ തന്നെ ഈ ഗ്രേ ആണെങ്കിലോ? ഇത് 2017 13.3 കൊടുക്കാം. ഇത് എല്ലാം ഒരേ സാധനം ആയതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓരോന്നും ഇങ്ങനെ മാറി മാറി പറഞ്ഞു പോവാന്നേ ഉള്ളൂ. എത്ര? 13.3 കൊടുക്കാം. 13,25,000 രൂപയ്ക്ക് 17 വണ്ടി കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് 2019 G ഓട്ടോ. G ഓട്ടോമാറ്റിക് ആണ്. 19 ആണ് അല്ലേ? അതെ. ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആണ്. അതെ. ഇത് നമ്മൾ സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത 1,00,000 കിലോമീറ്റർ ഓടി വണ്ടി. എന്താ വില? 15,40 കൊടുക്കാം. 15,40,000 രൂപ. അതെ. ഒരെണ്ണം കൂടി കാണിച്ചു കൊടുത്താലോ? സെയിം സാധനം. ഇതും ഇതേ 2019 G ഓട്ടോ. 2019 G ഓട്ടോ 15,30 കൊടുക്കാം. 15,30,000 രൂപ. അതെ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി കൊടുക്കും. ചെറിയ ചെറിയ മാറ്റവും കാര്യങ്ങളുണ്ടാവും. പറഞ്ഞ കിലോമീറ്ററും ചെറിയ 2,000 3,000 4,000 ചിലപ്പോൾ
കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. ഇത്രയും മെമ്മറി. അതെ അതെ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം വില കുറച്ച്. ഇത് 2020 സെറ്റ് ഓട്ടോമാറ്റിക്. 20 സെറ്റ് ഓട്ടോമാറ്റിക്കാ? അതെ, അടിപൊളി. 2020 സെറ്റ് ഓട്ടോമാറ്റിക് 90,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത നീറ്റ് വണ്ടി അല്ലേ? അതെ. 19-20 എന്താ വില? 18-80 നെറ്റ് ആയി കൊടുക്കാം. 18,80,000 രൂപയ്ക്ക് NOC-ല്. അതെ, ഇത് 2016 സെറ്റ് നമ്പർ ആയ വണ്ടി. 1,76,000 മൂന്നാമത്തെ ഓണർ, ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. ശരി, വേറെ ഒന്നുമില്ല. എന്താ വില? ഇത് 17 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ ആക്കി കൊടുക്കാം. അതായത് കേരള വണ്ടി അത്? അല്ല, നമ്പറായ വണ്ടിയാണ്. നമ്പറായതാണല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ. അപ്പൊ അതിന്റെ ഇടയിൽ 2015 RXE സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത 15 ബേസ് മോഡലാണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതെ, റീപ്ലേസ് നമുക്ക് 4-10 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. പിന്നെ 85 അല്ലേ? 85 നല്ല മൈലേജ് വണ്ടി. കിലോമീറ്റർ 1,49,000. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള നല്ല വൃത്തിയില്ല വണ്ടി. നല്ല വൃത്തിയുള്ള അപാകതയൊന്നുമില്ലോ? ഒരു അപാകതയില്ല. സിംഗിൾ ഒരു ഗ്ലാസ് വരെ മാറിയില്ല. ശരി, അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കാണിച്ചു തന്ന ഈ ക്രിസ്റ്റകളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ആ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിലും ക്വാളിറ്റി വൈസ് ഒരു കുറ്റവും പറയാനില്ല. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട്. നമ്മൾ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. അത് 10,000-25,000 കൂടിയാൽ ക്വാളിറ്റി ഉള്ള വണ്ടി. പിന്നെയൊക്കെ വർക്ക്ഷോപ്പിലൊരു പണി, വേറെ ബോഡിന്റെ പണി, അങ്ങനത്തെ ഒരു പണി ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. ഏത് വണ്ടിന്റെ വേണമെങ്കിലും. ഇക്ക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു കേരള വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയാണ്. 2014 V ആണ്. 2,30,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല 756 നല്ല നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞ കുറച്ച് ഒരു ഏകദേശം ഒരു 1 ലക്ഷം രൂപ പണി എടുത്തിട്ടുണ്ടാവില്ല. വണ്ടി കണ്ടാൽ ഒരു 1.25 ലക്ഷം കിലോമീറ്റർ ഓടിന്റെ പകുതി കിലോമീറ്റർ ഓടിന്റെ ഇത് തോന്നാത്ത നല്ലൊരു വണ്ടിയാണ്. കാരണം ഈ ഹെഡ്ലൈറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. അതെ അതെ അതെ. 14 V പിന്നെ വേറെ അപാകതയൊന്നും ഇല്ലോ അല്ലേ? ഒരു അപാകതയില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒരു 970 കൊടുക്കാം. 970 V ഓപ്ഷൻ 14 V അല്ലേ? എന്തായാലും കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? ചെറിയ മാറ്റം, വലിയ മാറ്റം. ഞാൻ പറഞ്ഞ ഓൾറെഡി കുറച്ചിട്ടാണ്. അതെ, എന്നാലും നിങ്ങൾ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കൊടുക്കണം. ചെറിയ കുറയ്ക്കും. അതാണ്. അതേപോലെ തന്നെ സെയിം സാധനം ഒന്നുകൂടി ഉണ്ട്. 2015 സെഡ് വിയിലേക്ക് ടോപ്പ് സെഡ് 15 സെഡ് ഒറിജിനൽ കേരള വണ്ടി. നമ്മൾ മമ്മൂട്ടിയുടെ മൊബൈൽ നമ്പർ ആണ്. അതെ, 369 ആണ്. അത് കൊള്ളാം. 1,58,000 കിലോമീറ്റർ ഓടി വണ്ടി. 1,58,000 കിലോമീറ്റർ. അലവിൽ മാറ്റി ചെയ്തിട്ട് 4 പുത്തൻ ടയറും കിടപ്പുണ്ട്. അതായത് 15 Z ആണ് കൊടുക്കണം. ടോപ്പ് മോഡൽ വണ്ടി. റീപ്ലേസ് ഉണ്ട് ഇതിനൊക്കെ? ഇത് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ടാവും അല്ലേ? വേറെ ഒന്നുമില്ല. ഓക്കെ, ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? കറക്റ്റ് കിലോമീറ്റർ കമ്പനി ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 12,10 കൊടുക്കാം. 12,10,000 രൂപ. അതെ, അതേ സാധനം ഇവിടെ ക്രിസ്റ്റ കിടക്കുന്നുണ്ട്. 11-10 ലക്ഷത്തിന് ക്രിസ്റ്റ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് കൂടുതലല്ലേ വില? ഇത് ഒറിജിനൽ കേരള വണ്ടി സെഡ് ഓപ്ഷനിലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. കിലോമീറ്റർ കുറവാണ്. അല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും 12 എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റ കിട്ടുന്ന ഒരു സമയത്ത് ഈ ക്രിസ്റ്റക്ക് ക്രിസ്റ്റന്റേതായ ആളുകളുണ്ട്. അതെ, ക്രിസ്റ്റവിന് നമ്പർ ആക്കാൻ നിൽക്കണം. അതെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. സെഡ് ഓപ്ഷനാണ്. മറ്റേ ജീലാക്കി ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതാണെങ്കിൽ എക്കോസ്പോർട്ട് ഏതാ? ഇത് 2014. അതെ, ഇതും ഈ പറഞ്ഞ 4 ടയർ ഏകദേശം പുതിയത് തന്നെയാണ്. അതെ, കിലോമീറ്റർ ഇത് 60,000 കിലോമീറ്റർ ഓടി വണ്ടി. ടൈറ്റാനിയ. ഇത് 16 വണ്ടി. 16 അല്ലേ? 2016. ശരി ശരി ശരി. ഒന്ന് പോളിഷ് ചെയ്യാണ്ട്. ടൈറ്റാനിയാണ്. ഒന്ന് പോളിഷ് ചെയ്യാൻ വണ്ടി വന്നിട്ടേ ഉള്ളൂ. ടൈറ്റാനിയാണ്. അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടി വണ്ടി. ജെനുവിൻ അത്? അതെ. ഡീസലാ? ഡീസൽ. ഡീസൽ 60,000 വളരെ ലോ കിലോമീറ്റർ വണ്ടി. അതെ അല്ലേ? അതെ. ഇതിപ്പോ വിലയാണ് എത്ര വരും? നമുക്ക് 5,40 കൊടുക്കാം. 5,40 2016 മോഡൽ. ഇതാ ടൈറ്റാനിയം ഏറ്റവും ഫുൾ ഓപ്ഷൻ ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരു എത്തിയോസ് 2018 ഫുൾ ഓപ്ഷൻ. 18 ഫുൾ ഓപ്ഷൻ. 1,44,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. ഈ കേരള വണ്ടിയാ? അല്ല, റീ വണ്ടിയാണ്. അതെ അതെ അതെ. നിലവിൽ വേറെ വിഷയം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ അല്ലേ? അതെ. ഇത് നമുക്കിപ്പോ പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇത് നമുക്ക് 5,20 കൊടുക്കാം. 5,20,000. 2018 ഫുൾ ഓപ്ഷൻ ഡീസൽ സെക്കൻഡ് ഓണർ വണ്ടി. അത് നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ഇന്റീരിയർ ഒന്ന് വീഡിയോ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളതൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് എല്ലാ സൗകര്യവും ഉണ്ട്. അഡ്വാൻസ് ഒന്ന പൈസ റിട്ടേൺ ആയിട്ട് കൊടുക്കുക എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പിന്നെ ഇതൊന്നും നോക്കിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെ ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണ്ടേ? അപ്പോൾ എന്തായാലും നമ്മൾ കുറെ നേരം കൊണ്ട് ഫോർച്യൂണർ കാണിച്ചില്ല അല്ലേ? എല്ലാം ക്രിസ്റ്റയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ 2021 ടൂ വീൽ ഓട്ടോമാറ്റിക് 1,46,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 21 ടൂ വീൽ ഓട്ടോമാറ്റിക് 4 പുത്തൻ ടയറും 4 പുതിയ ടയർ ഉണ്ട്. കിറ്റ് ചെയ്തല്ലേ? കിറ്റ് ചെയ്ത വണ്ടിയാണ്. തട്ടിയിട്ടൊക്കെ ഉണ്ടോ മേജർ? അല്ലല്ല, മാറ്റി തന്നെയാണ്. ഇപ്പൊ വേറെ വണ്ടി ഇപ്പൊ മാറ്റാൻ കൊടുത്ത് കസ്റ്റമർ തലശ്ശേരിയുള്ള കസ്റ്റമർ മാറ്റാൻ പറഞ്ഞപ്പോ മാറ്റാൻ കൊടുത്താണല്ലേ? 80,000 രൂപ മാറ്റി കൊടുക്കും. അപാകതയൊന്നുമില്ലോ? ഒരു അപാകതയില്ല. ഒരു ഗ്ലാസ് വരെ മാറിയില്ല. എന്താ വില? ഇത് നമുക്ക് 21-30 കൊടുക്കാം. 17 വണ്ടി 2017. അതേ വണ്ടി വൈറ്റില് നമുക്ക്
സെയിം റേറ്റിൽ തന്നെ കൊടുക്കാം. 21-30. ഇതും 17 മോഡൽ തന്നെയാണ്. അതും 17 മോഡൽ 2 ലെജൻഡ് കിറ്റ് കയറ്റിയ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എത്ര വരും? ഇത് 1,76,000 ഓടി, അതിൽ 49 ഓടി. അത്ര ഓടിയുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും രണ്ട് നല്ല നീറ്റ് വണ്ടിയാട്ടോ. അത് കിറ്റൊക്കെ ചെയ്ത അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 4x4 വേണ്ടവർക്ക് അതുണ്ട്. 2018 4x4. 18 മോഡൽ 4x4. അതെ, 1,14,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. അതെ, നമുക്ക് 23,50 കൊടുക്കാം. അപ്പൊ അതൊന്നുമില്ല, അതൊന്നുമില്ല. 23,50,000 അല്ലേ? ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. അത് കസ്റ്റമറെ വിളിച്ച് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും എന്താന്നുള്ളത്. നല്ല വൃത്തിയുള്ള വണ്ടി, നമ്പർ ആയ വണ്ടി 2013 ഡിസംബർ 2 വീൽ ഓട്ടോമാറ്റിക് KL 76 പേപ്പർ ആയതല്ലേ? ഫുള്ള് ലോൺ ജമ്മു ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 12,80 കൊടുക്കാം. 12,80,000 രൂപയ്ക്ക് നമ്പർ ആയ വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക്, ഒരു റീപ്ലേസ് ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ. അടിപൊളി. അതൊക്കെ 12,80 അല്ലേ? 12,80 കൊടുക്കാം. 13 ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം. അതുപോലെ തന്നെ ഇതാണെങ്കിലും 2017 വി നമ്മൾ ഇതുവരെ പറഞ്ഞു, നമ്മൾ ഇതുവരെ സെറ്റും ചെയ്യുകയാണ് പറഞ്ഞത്. 2017 വി ആണ്. വെറും 75,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഓക്കെ, അപ്പൊ അതൊന്നുമില്ലല്ലോ, ഒരു അപാധമില്ല, നീറ്റ് വണ്ടി അല്ലേ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ. കൊടുക്കൂലേ? എങ്ങനെ ഹിസ്റ്ററി കറക്റ്റ് കൊടുക്കൂലേ? ഫുൾ ഹിസ്റ്ററി കൊടുക്കാം. അടിപൊളി. ഇതെന്താ വില? ഇത് നമുക്ക് 14,40 കൊടുക്കാം. 14,40 നെറ്റ് 14 ഫിക്സ്ഡ് കേട്ടോ. ശരി, നെഗോഷ്യബിൾ ആവൂല എന്തെങ്കിലും? ബി ആണ് വണ്ടി. ബി ആണ് അല്ലേ? ഓക്കെ, ഇതാണെങ്കിലോ? ഇത് 2018. ഇത് നമ്മൾ 14,70 കൊടുക്കാം. 14,70. 2018 ബി മാനുവൽ. ഇത് ഡൽഹി ആണ് കേട്ടോ. രണ്ടും ഡൽഹിയാണ്. ഒന്ന് ഡൽഹി, ഒന്ന് രാജസ്ഥാനാണ്. അതെ. ഓക്കെ, ഇത് നമുക്കിപ്പോ വില എത്ര പറഞ്ഞാല്? ഇത് 14,70, അത് 14,40 ഫിക്സ്ഡ് അല്ലേ? മാക്സിമം കുറച്ച് റേറ്റ്, മാക്സിമം കുറച്ച്. വി ആണല്ലോ, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയോ, അത്യാവശ്യം വേണ്ട ഒരു കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ വീൽസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. എല്ലാ വണ്ടികളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ NOC-ലാണ് തരുന്നത്. നിങ്ങൾ പേപ്പർ ആക്കാനുള്ള പൈസ കൂട്ടിക്കൊള്ളാം. ഗിവവേന്റെ സംഭവം എന്തായിരുന്നു? ഗിവേ നമുക്ക് 5 പേർക്ക് 10,000 വെച്ചിട്ട് 50,000 രൂപ കൊടുക്കുന്നുണ്ട്. റോയൽ വീൽസിന്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും 2 പേർക്ക് ഷെയർ ചെയ്തൊക്കെ ചെയ്യാം. വേറെ ഒന്നും ഏത് വീഡിയോ പ്രശ്നമില്ല. നമ്മുടെ റോഡ് മാസ്റ്ററിലെ ഒരെണ്ണവും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യണം. ആവശ്യത്തിന് അല്ലാണ്ട് ചെയ്യുന്നവർ ചെയ്തോളൂ. പക്ഷേ ഇതിന്റെ ഗിവ് അവേ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടെ പേജുകൾ മാത്രം ഫോളോ ചെയ്താൽ കേട്ടോ. എന്തായാലും മറക്കാണ്ട് ചെയ്തോ. ആർക്കെങ്കിലും ഒക്കെ 15,000 രൂപ ചെറിയ പൈസ അല്ലല്ലോ അല്ലേ? 5 പേർക്ക് 10,000 വെച്ച് കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വേറെ കൊടുത്തത്. അതെ, ഓരോ മാസം മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കാര്യം. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വരിക, വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്തെടുത്തോളാം. നല്ല വണ്ടികൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കമ്പനി കൊണ്ടുപോകാം, മെക്കാനിക്കിന് കൊണ്ടുപോകാം, ടൊയോട്ടയെ കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നം. എന്ത് സൗകര്യം വേണമെങ്കിൽ കൊടുക്കും. അതെ, എന്ത് സൗകര്യം, ഒരു ദിവസം എന്ത് സൗകര്യം കൊടുക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ പൈസ അങ്ങനത്തെ ഫുൾ റിട്ടേൺ കൊടുക്കും. ഫുൾ റിട്ടേൺ. കൂടുതൽ വർത്താനൊന്നുമില്ല, വന്ന് ചെക്ക് ചെയ്തോളാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ കിട്ടിയിരിക്കും. ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് നരിക്കുനി അല്ലേ? അതായത് കൊടുവള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. ജസ്റ്റ് വരിക, ഒന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.